മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ഈ ബൈക്കിന് TFT സ്ക്രീനാണ് വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പക്ഷേ ഈ ഒരു ബൈക്കിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പക്ഷേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കംപ്ലീറ്റ് ഒരു LCD ഡിസ്പ്ലേ ആണ്, വേറെ ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് ഏകദേശം ഒരു 15,000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് കോസ്റ്റ് വരുന്നത്. ആ ഒരു വണ്ടിക്ക് ഏകദേശം 20-25 പോകുമെന്ന് തോന്നുന്നു. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡാണ്. ഇപ്പോൾ ഈ ബൈക്കിൽ ഇപ്പോൾ ഈ ബൈക്കിൽ കണ്ടത് നോർമൽ ടൈപ്പ് ബ്രൈറ്റും ഡിമ്മും അതുപോലെ തന്നെ പാസും എല്ലാം ഈ സൈഡിലാണ് വരുന്നത്. മീൻസ് ഈ ഒരു ഒറ്റ ഇൻ്റഗ്രേറ്റഡ് സ്വിച്ച് ആയിട്ടാണ് വരുന്നത്. ആ ബൈക്കിലെ ഡിഫറൻസ് ആണ്. പിന്നെ ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ടർ ബട്ടൺ സെയിം ആണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേക്കുള്ളിൽ നമ്മൾ ടൂബിൽ നിന്ന് പോകുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു സ്വിച്ച് വെച്ചാണ് നമ്മൾ ഇതിനുള്ളിൽ ഓരോ ഇതും നമ്മൾ മാറ്റിയൊക്കെ നോക്കുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ബൈക്കിൽ ഡിഫറൻ്റ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് ടോട്ടലി ചേഞ്ചാണ്. ഈ ഒരു ബൈക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് വേറെ ടൈപ്പ് വയറിംഗ് കിറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് സ്വിച്ച് ബോർഡ് നോക്കിയാൽ കാണാം. ഇതുപോലെ 3 സ്വിച്ച് ബട്ടൺ, ഈ ബട്ടൺസ് വെച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ നോക്കി പോകുന്നത്. ഇതിൽ ഡിസ്പ്ലേയിൽ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത്. പക്ഷേ ആ ഒരു ബൈക്കിൽ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ കാണുന്ന സ്വിച്ചൊക്കെ ഞാൻ എക്സ്ട്രാ വെച്ചാണ്. ഇതിൽ ഈ ഒരു 2 സ്വിച്ച് മാത്രമായിരിക്കും നമ്മൾ സ്റ്റോക്ക് സെറ്റപ്പിൽ വരുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ് ഞാൻ മാറ്റി വേറെ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇനി അത് എൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.